ഒമാനിലെ അമേരിക്കൻ കപ്പലുകൾക്ക് ഇറാൻ്റെ മരണ വാറണ്ട്. ഈ മേഖലയിലുള്ള അമേരിക്കൻ കപ്പലുകൾ കല്ലറയാകുമെന്നാണ് ഇറാൻ്റെ സുപ്രീം ലീഡറുടെ ഉപദേഷ്ടാവ് മൊഹ്സിൻ റിസായി പ്രസ്താവിച്ചത്. മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ കപ്പലുകളെ നിയന്ത്രിക്കുകയും അതല്ലെങ്കിൽ തങ്ങളുടെ കപ്പലുകൾക്ക് ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഒമാൻ്റെ തീരത്ത് നങ്കൂരം വിട്ടിരിക്കുന്ന അമേരിക്കയിൽ കപ്പലുകൾ വഴിയാണ് എന്നതിനാൽ തീർച്ചയായിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ ഭയാനകരമായ തിരിച്ചടി നടത്തുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. ഇതിനു മുൻപ് തന്നെ ഒമാൻ്റെ തീരം ചേർന്നുകൊണ്ട് 2 കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു കപ്പലിൽ തീ പിടിച്ചിട്ടുണ്ട്, മറ്റൊരു കപ്പലിൽ നിന്ന് ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് പറഞ്ഞത് അതാണ്. ഇവിടെ നിന്ന് നിരീക്ഷണം നടത്തുകയും തങ്ങളുടെ ഹോർമുസ് കടലിൽ കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിവരമറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ കപ്പലുകളെ ആക്രമിച്ചത് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. ഈ മേഖല വെച്ചിട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ അമേരിക്ക ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഹോർമുസ് കടലിടുക്കിൽ മറ്റ് കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അത് ആകാശ നിരീക്ഷണം നടത്തിയിട്ടോ റഡാർ സംവിധാനം ഉപയോഗിച്ചിട്ടോ മറ്റോ ഈ മേഖലയെ ഇറാൻ്റെ സൈന്യമോ IRGCയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളോ നടക്കുന്നുണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഇവർക്ക് അറിയിച്ചു കൊടുക്കുകയും സുരക്ഷ വേണമെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ്. സംഭവം വിജയിച്ചിട്ടില്ലെങ്കിൽ പോലും ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യം വീണ്ടും വീണ്ടും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നു. പിന്നീട് ഇറാനിലേക്കുള്ള കടൽ ഗതാഗതത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഹോർമുസിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പല കപ്പലുകൾക്കും പല കാര്യത്തിനും അറേബ്യൻ തീരത്തേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ അറേബ്യൻ കടലിൽ കടന്നിട്ട് ഹോർമുസ് വഴി അറബ് രാജ്യത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭക്ഷ്യധാന്യങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ, ഇലക്ട്രോണിക് സംബന്ധമായിരിക്കുന്ന സാധനങ്ങൾ, പിന്നീട് ഈ കാറുകൾ, അതായത് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറേബ്യ തീരത്തേക്ക് വരുന്നത് ഹോർമുസ് കടലിൽ കടന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങോട്ടും വസ്തുക്കൾ പോകുന്നുണ്ട്, ലോഡ് ചെയ്ത വസ്തുക്കൾ പോകുന്നുണ്ട്, തിരിച്ച് ഇങ്ങോട്ടും ലോഡ് ചെയ്ത വസ്തുക്കൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഈ മേഖലയാണ് എന്നതിനാൽ ഇതിലുള്ള നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് അമേരിക്ക ഇതിന് പറയുന്ന ന്യായീകരണം. യുദ്ധ കപ്പലുകളും ഡിസ്ട്രോയികളും ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതായത് ഒമാനോടാണ് പറയുന്നത്, ഒമാൻ്റെ മേഖലയെക്കുറിച്ചാണ് പറയുന്നത്. ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഡിസ്ട്രോയർ കപ്പലിലെ 2-ലധികം കപ്പലുകളെ ഹോർമുസ് കടൽ തീരത്ത് വെച്ചുകൊണ്ട് ഞങ്ങളത് തകർക്കുകയും ചെയ്തിട്ടുണ്ട്, ഒന്ന് കടലിൽ മുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയാം, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ടുള്ള വലിയ ചർച്ചകൾ ഇസ്രായേലിൻ്റെ അകത്തും അമേരിക്കയുടെ അകത്തും കൊടുമ്പിരി കൊള്ളുന്നു എന്ന റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ കാണുന്നത്. സമാനമായിരിക്കുന്ന സ്ഥിതി തന്നെ ഇറാനിലും ഉണ്ടാകുന്നു എന്നവർ പറയുന്നു. ചൈനയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്, അതായത് ചൈന സന്ദർശനം മണ്ടത്തരമായി പോയി എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അങ്ങനെ ഒരു ചർച്ച ആവശ്യമില്ലായിരുന്നു. അമേരിക്കയുടെ ദൈന്യത ലോകത്തിന് മുൻപിൽ പ്രകടിപ്പിക്കുന്ന അഭിമുഖമാണ് ഷി ജിൻപിങ്ങുമായിട്ട് ഡൊണാൾഡ് ട്രംപ് നടത്തപ്പെട്ടത് എന്ന് ക്ലിയറായി. കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന, അതായത് ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട് അമേരിക്കക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ഷി ജിൻപിങ്ങിനോട് ട്രംപ് തുറന്നു പറഞ്ഞു. അതോടുകൂടി തന്നെ അവർക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രയാസം ബുദ്ധിമുട്ടും ഉണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ കപ്പലുകൾ സ്വതന്ത്ര പാതയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്തതിനാൽ സാമ്പത്തിക ഞെരുക്കം ലോകരാജ്യങ്ങൾക്കുള്ളതുപോലെ തൻ്റെ രാജ്യത്തിനുമുണ്ട്, അതായത് അമേരിക്കക്കുണ്ട്. അമേരിക്കക്ക് പെട്രോളിയം ഡീസലിൻ്റെ ഒക്കെ വില, വലിയ രീതിയിൽ ഗ്യാസിൻ്റെ ഒക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അവിടെ നിന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം വിൽപ്പന നടത്തപ്പെടുന്ന രാജ്യങ്ങളിലൊന്ന് അമേരിക്ക ആണെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിന് നിയന്ത്രണ കാര്യങ്ങൾ വരുന്നത്. ഒപെക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, ഇവിടെ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അത് അവിടെ അമേരിക്കയും അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ജനങ്ങൾക്കും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ താല്പര്യമില്ല. ആ താല്പര്യമില്ലായ്മയെല്ലാം ശരിക്കും പറഞ്ഞാൽ ചൈന യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ശത്രു രാജ്യമാണ്. പക്ഷേ ഇത് ആരോടെങ്കിലും ഒന്ന് പറയണല്ലോ ട്രംപിന്, കേൾക്കാൻ ആരെങ്കിലും ഒന്നും വേണം. ലോകത്തൊരു രാജ്യവും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കേൾക്കാൻ തയ്യാറല്ല. അറേബ്യൻ രാജ്യങ്ങളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അവരെല്ലാവരുമായിട്ട് ഇപ്പോൾ അകന്നിരിക്കുകയാണ്. മറ്റ് മുസ്ലിം രാജ്യങ്ങൾ അകന്നിരിക്കുകയാണ്. തുർക്കിയുമായിട്ട് നല്ല ബന്ധത്തിലല്ല. അങ്ങനെ പോകുന്ന അതിൻ്റെ സ്ഥിതി കാര്യങ്ങളൊക്കെ. പിന്നെയുള്ള ശത്രു രാജ്യങ്ങളാണ് റഷ്യയാണ്, ചൈനയാണ്, കൊറിയയാണ്.
ഇവരോടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. തങ്ങളുടെ സങ്കടവും കാര്യങ്ങളൊക്കെ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആന്തരികപരമായ രീതിയിൽ ശത്രുവായിരിക്കുന്ന രാജ്യങ്ങളോടാണ് എന്നുള്ളിടത്തേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സമാധാന ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് യുദ്ധ തയ്യാറെടുപ്പ് നടക്കുന്നു. ഇസ്രായേൽ വൻതോതിൽ ആയുധം നൽകുന്നു. അങ്ങനെ ഇസ്രായേലിനെ കൊണ്ട് ഇറാൻ ആക്രമിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ആവുന്ന സമയത്തും അതിനിടയിൽ ഇപ്പം നടന്നിരിക്കുന്ന 2 സംഭവങ്ങൾ അമേരിക്കയും ഇസ്രായേലിനെയും ലോകത്തെയും ഞെട്ടിപ്പിച്ചതാണ്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് വല്ലാത്തൊരു അതിജീവനം ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അതൊന്നാണ് UAE-യുടെ ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് ആര് എന്നത് കാര്യത്തിൽ ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ പോലും ഈ മേഖല ആക്രമിക്കുകയും ഈ മേഖലയിൽ വലിയ രീതിയിൽ തീപിടുത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. ഇനി ആര് എന്നുള്ളത് 2ാം ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. സമാനമായ രീതിയിൽ തന്നെ ഇസ്രായേലിൻ്റെ അകത്തും മിസൈൽ ഫാക്ടറി സ്ഫോടനം ഉണ്ടായി. ആ സ്ഫോടനം പുറത്തുള്ള ആക്രമണം കൊണ്ടാണ് ഉണ്ടായതെന്ന റിപ്പോർട്ടുണ്ട്. എന്നാൽ അവർ പരീക്ഷണം നടത്തിയതാണ് എന്ന് പറയുന്നു. എന്നാൽ പരീക്ഷണം നടത്തുന്ന സമയത്തൊക്കെ അവിടുത്തെ ചുറ്റുപാടുള്ള ആളുകളോട് പറയാറുണ്ട്. മാത്രമല്ല, ഒഴിഞ്ഞ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം പരീക്ഷണ കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. ഇസ്രായേൽ അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വലിയ സന്ദേഹം നിലനിൽക്കുന്നു. പരിക്കേറ്റവരിൽ ഒരുപാട് പേര് ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാതെ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാദേശിക റിപ്പോർട്ടിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ UAE ഇസ്രായേലിനോട് ഏറെക്കുറെ സഹകരിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവിടെ അയൺ ഡോമുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നു, അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്യുന്നു. ഇറാൻ്റെ പരമാവധി മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിച്ചത് അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം വഴിയാണ്. ഇസ്രായേലും അതിന് സഹകരിച്ചിട്ടുണ്ട്. ആ റൂട്ടിലൂടെ ആ കാര്യങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ ഈ വളരെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സജീവതയുള്ള ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തോടൊപ്പം ഏറെക്കുറെ UAE-യുടെ പേരും ഇപ്പോൾ പരാമർശിച്ചാണ് പോകുന്നത്, അവരുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എന്നാൽ UAE-യുടെ ഭാഗത്തുനിന്ന് ഇറാന് നേരെ ഇതുവരെ തിരിച്ചൊരു ആക്രമണം ഉണ്ടായിട്ടില്ല, പ്രതിരോധം മാത്രമാണ് ഉണ്ടായത്. അവർ ഇറാന് വിടുന്ന മിസൈലിനെ ഈ UAE പ്രതിരോധിക്കുന്നു എന്നല്ലാതെ UAE-യിൽ നിന്ന് ഒരു മിസൈൽ ഇറാനിലേക്ക് പോയിട്ടില്ല. അപ്പോൾ യുദ്ധത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പങ്കാളിത്തം ഉണ്ടാവുകയോ ചെയ്ത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ 2 രാജ്യങ്ങൾക്കും അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണ പരമ്പര ഉണ്ടായിരിക്കുന്നു. 2 രാജ്യത്തേക്കും ആക്രമിച്ചു, UAE-യിലേക്കും അതേപോലെ തന്നെ ഇസ്രായേലിലേക്കും. ഈ ആക്രമണത്തിൻ്റെ സ്വഭാവ രീതികൾ ഇപ്പോഴും കൃത്യമായ രീതി മനസ്സിലായിട്ടില്ലെങ്കിലും അവർക്ക് ഇപ്പോൾ ലോകം വിലയിരുത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ വിലയിരുത്തുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് കയറി ആക്രമിക്കാൻ പാകത്തിൽ ശത്രുപക്ഷം വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ പ്രതിരോധ സിസ്റ്റങ്ങളും സംവിധാനങ്ങളും റഡാർ അടക്കമുള്ള ഒരു സാങ്കേതിക വിദ്യക്കും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവരെ ആശങ്കപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. അതവർ പറയുകയും ചെയ്തു. അപ്പോൾ 2ാം ഘട്ടത്തിൽ ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഒരു ടെസ്റ്റ് മെസ്സേജ് കൊടുത്തതാണ് ഇറാൻ എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്: നിങ്ങൾ യുദ്ധം ആരംഭിച്ചാൽ പിന്നീട് അതിനൊരു പരിഹാരം അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയോടുകൂടി ഇസ്രായേൽ ഇല്ലാതാവുന്ന സമയത്ത് മാത്രമേ അത് അവസാനിക്കൂ. ഇറാൻ ഒരിക്കലും ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് തെളിയിച്ചു തന്നാണ്. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് മുമ്പിൽ പകച്ചു പോകുന്ന ഒരു രാജ്യത്തെയാണ് ഇസ്രായേലിൻ്റെ പേരിൽ ഇനി കാണാൻ പോകുന്നത് എന്ന് ഇറാൻ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അത് അമേരിക്കയോടും പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതിനൊരു ടെസ്റ്റ് ഡോസ് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ നടക്കും എന്നുള്ളതാണ് കാണിച്ചു കൊടുത്തത്. കാര്യം പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, നിരീക്ഷണ സൈനികരുണ്ട്, റഡാർ സംവിധാനങ്ങളുണ്ട്. ഇനി വേണമെങ്കിൽ ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് അവരുടെ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ എല്ലാ തരത്തിലും ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുകയും പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്ന രാജ്യത്തെയാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ് വലിയ വിഷയമായിരിക്കുന്നത്. അപ്പോൾ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ, അല്ലെ പ്രശ്ന പരിഹാരമില്ലാത്ത തരത്തിൽ യുദ്ധത്തിലേക്ക് കയറുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒമാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ തീർച്ചയായിട്ടും അമേരിക്കയെ ആക്രമിക്കും. അങ്ങനെ അമേരിക്കയും ഇറാനും നേരിട്ട് കൊണ്ട് ഒമാൻ്റെ കടൽ തീരത്ത് ഏറ്റുമുട്ടുന്നൊരു സ്ഥിതി വിശേഷം ഉണ്ടാവും. അത് ഒഴിവാക്കണം. ഞങ്ങൾ പല ഘട്ടത്തിലും അറേബ്യൻ രാജ്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമേരിക്കയുടെ സൈനിക ബേസും അവരുടെ കോൺസുലേറ്റ് എംബസി അടക്കമുള്ള നയതന്ത്ര സംവിധാന കാര്യങ്ങളൊക്കെ അടച്ചുപൂട്ടണം.
എന്നിട്ട് അവർ രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറയണം. ഇത് പറയുന്നത് ഞങ്ങൾ ആരോടാണ്? നിങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ആ രാജ്യത്തുള്ള പൗരന്മാരുടെയും സർക്കാരിൻ്റെയും സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം. അതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നുണ്ട്, കൃത്യമായ രീതിയിൽ ശത്രുവിനെ മനസ്സിലാക്കാതെയാണ് അവർക്ക് നിങ്ങൾ പാല് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഒരിക്കൽ പോലും സുരക്ഷിതമല്ല. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ആരോടും പറയാനില്ലാത്തൊരവസ്ഥ വരും. റഷ്യയുടെ ഭാഗത്തോ ചൈനയുടെ ഭാഗത്തോ സഖ്യം ചേർന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളത് സാരമായിട്ട് ബാധിക്കും എന്ന് കൂടി പറയപ്പെടുന്നു. ഏതായിരുന്നാലും ഈ യുദ്ധത്തിൻ്റെ റൂട്ട് മാപ്പുകളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു തരത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് നമ്മൾക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.